നൈറ്റ് നമുക്ക് പുറത്ത് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കരുതി രാത്രി നമ്മുടെ നാട് എങ്ങനെയാണെന്നൊന്ന് കവർ ചെയ്യാം. ആൻഡ് ഈ ഒരു കീ ചെയിൻ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ക്യൂട്ടല്ലേ? ഈ മുടി കാറ്റത്ത് പറക്കുന്നത് വീഡിയോ എടുത്താൽ നല്ല ഈസ്തെറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ചതാട്ടോ. നൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ലേറ്റ് നൈറ്റ് ആയിട്ടില്ല, 10 മണിയായിട്ടു. എന്നാലും ഷോപ്സ് ഒക്കെ ഒരുവിധം എല്ലാം അടച്ചിരുന്നു. കുറച്ച് ഹോട്ടൽസും തട്ടുകടകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഓപ്പൺ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും. ഒന്നും കഴിക്കരുത് എന്ന് വിചാരിച്ച് പോയാലും വരുന്ന വഴിക്ക് ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പാക്കറ്റ് ഇതുപോലെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ് ഗൈസ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. സോ ഞാൻ 2 ലോങ് വീഡിയോസ് ചെയ്ത് നോക്കി. ആൻഡ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ നൗ ഐ സ്റ്റാർട്ടഡ് ഡോക്യുമെൻറ്റിങ് മൈ ഓൺ ലൈഫ്. നമ്മുടെ ലൈഫിലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വ്ളോഗ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി ഇല്ല, ഡെയിലി വ്ളോഗ് ഉണ്ടാവില്ല, നമുക്ക് വീക്ക്ലി വൺസേ ഉണ്ടാവുള്ളൂ. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി വെൽക്കം ടു നിള പാർവതീസ് യൂട്യൂബ് ചാനൽ. എൻ്റെ ഒഫീഷ്യൽ നെയിം വിഷ്ണുപ്രിയ എന്നാണ്. നിള എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അതിൻ്റെ കൂടെ ഞാൻ തന്നെ ഒരു പാർവതി എന്നൊരു എക്സ്റ്റൻഷൻ ചേർത്തിട്ടാണ് ഈ നിള പാർവതി എന്ന പേര് ഞാൻ കണ്ടുപിടിച്ചത്. ആൻഡ് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. താങ്ക് യു. രാവിലെ തന്നെ ഞാൻ ഈ മാവ് കലക്കിക്കൊണ്ടിരിക്കുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? അവന് പഴംപൊരി തിന്നണമെന്ന് നിർബന്ധം. അപ്പോൾ പിന്നെ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 മാസമേ ആവുന്നുള്ളൂ കേട്ടോ. മെയിനായിട്ടും ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ ഈ സ്കിൻ കെയർ തുടങ്ങിയ പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. അപ്പം ഞാൻ ഈ സെറവും മോയ്സ്ചറൈസറും ഈ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു എണ്ണമയം പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ അബ്സോർബ് ആവാതെ ഇങ്ങനെ ഒരു എണ്ണമയം പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സ്കിന്നൊന്ന് എന്താ പറയുക, സ്കിന്നൊന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പം അബ്സോർബ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. സോ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ആൻഡ് ഇത് എനിക്ക് മിനിമലിസ്റ്റിൻ്റെ സെറം വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയ മോയ്സ്ചറൈസർ കേട്ടോ. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. തീരാറായി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ പറ്റിയാൽ വാങ്ങണം. ഞാനിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഏതോ ഒരു സൺസ്ക്രീനാണ്. അതെനിക്കെന്തോ എൻ്റെ ഡ്രൈ സ്കിന്നിന് അത്ര സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് പറ്റിയ നല്ലൊരു സൺസ്ക്രീനും കൂടി കണ്ടുപിടിക്കണം.
9:30 മുതൽ 6 മണി വരെ എനിക്ക് വർക്ക് ടൈമാണ്. ഞാൻ കോണ്ടന്റ് റൈറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വൈകിട്ട് ഒന്ന് ഐപാഡ് നോക്കാൻ വേണ്ടിയിട്ട് മൈജി വരെ ഒന്ന് പോയിരുന്നു കേട്ടോ. സാധനം സ്റ്റോക്ക് ഉണ്ടായില്ല, ഞങ്ങൾ വെറുതെ പോയി തിരിച്ചു വന്നു. സ്റ്റോക്ക് വരുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പോയി എടുക്കണം. അവിടെ നിന്ന് നേരെ പോയത് വിശാൽ മാർട്ടിലേക്കാണ്. നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗിന് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വിശാൽ മാർട്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. അതൊക്കെ എന്താണെന്നൊന്ന് നോക്കിയാലോ. ഇത് ഒരു 6 പീസ് വരുന്ന കോമ്പിൻ്റെ സെറ്റാണ്. 6 കോമ്പുകൾ ഈ ഒരു സെറ്റിലുണ്ട്. ഇതിന് വെറും 49 രൂപയേ ഉള്ളൂ. ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പുകളാണ്, നല്ലതാണ്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ നല്ല ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് വാങ്ങിയതാണ് ഒരു ബാസ്ക്കറ്റ്. ഇതിന് വെറും 59 രൂപയേ ഉള്ളൂ. പിന്നെ ഒരു സെറ്റ് ഓഫ് ഹാൻഡ് കർച്ചീഫ്. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല രസമുണ്ട് അത് തൊടാനൊക്കെ. അതൊരു സെറ്റ് വാങ്ങിയായിരുന്നു. അതുപോലെ തന്നെ 3 എണ്ണം വരുന്ന ഒരു കിച്ചൺ ടവൽസിൻ്റെ സെറ്റ്. ഇതും എന്തോ 69 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ. വളരെ റേറ്റ് കുറവാണ് അവിടെ. പിന്നെ ഞാൻ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബൗൾ കണ്ടപ്പോൾ എടുത്തായിരുന്നു. ഇതിനും വെറും 20 രൂപയേ വരുന്നുള്ളൂ. ഇത് ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു പഴയ ചുരിദാർ മെറ്റീരിയൽ തയ്പ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ പെട്ടെന്നൊരാഗ്രഹം ചുരിദാർ ഇടാൻ. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് അതിൻ്റെ ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല സ്റ്റിച്ചിങ്, നല്ല പെർഫെക്റ്റായിട്ട് തയ്ച്ചിട്ടുണ്ട്. മെറ്റീരിയൽ അത്ര സുഖമില്ല, എന്നാലും ടോട്ടൽ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ഒപ്പം ഒരു ഷോളൊക്കെ ഉണ്ട്. എനിക്കെന്തോ ആ ഷോൾ ഇട്ടിട്ട് ആ കണ്ണാടി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ കോമ്പിനേഷനും ടോട്ടലി എനിക്കത് ആ ഷോൾ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ ടോട്ടലി മാറിപ്പോയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഷോള് കിട്ടിയാൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് ഇതുപോലെ തലയിൽ കൂടെ ഒന്ന് തട്ടൊക്കെ ഇട്ട് നോക്കാമെന്നുള്ളത്. ഇതുപോലെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ തട്ടമിട്ട് നോക്കുന്നത്? അങ്ങനെ ഞങ്ങൾ വീണ്ടും മൈജിയിലെത്തി. ആ കെട്ടിയൊരുങ്ങി പോയത് മൈജി പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഐറ്റം കിട്ടി. വരുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പിങ്ങിനും കയറി. കുറച്ച് നമ്മുടെ സൂപ്പിൻ്റെ മിക്സും കുറച്ച് ബോഡി വാഷും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പോൾ ഏതൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഐപാഡ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഏതപ്പനാണ്. പിന്നെ എനിക്ക് വേണ്ടിയാണ് നമ്മുടെ ഐപാഡ് വാങ്ങിയതെന്ന് പറഞ്ഞത് ഏതൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് കരച്ചിലും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അൺബോക്സിങ് നന്നായിട്ട് നടന്നു. അതിന് ശേഷമായിരുന്നു കരച്ചിലും ബഹളമൊക്കെ തുടങ്ങിയത്. എന്തായാലും ഐപാഡിൻ്റെ വീഡിയോ കാണിച്ചതല്ലേ, അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് കരുതി എടുത്തൊരു ക്ലിപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ എന്താ പറയുക, if you like the video, please like the video, and if you like our channel, please do subscribe. And thank you for watching this vlog. Bye bye. Okay, bye.